നമസ്കാരം. ലൈഫ് ഇൻ അയർലൻഡിലേക്ക് സ്വാഗതം. ഞാൻ റിനി. ഇന്ന് ജൂലൈ 9 പ്രധാന അയർലൻഡ് വാർത്തകളും ലോക വാർത്തകളും നോക്കാം. കെറി കൊലപാതകം. യൂറോപ്പ് മുഴുവൻ പ്രതിക്കായി തിരച്ചിൽ. കെറിയിലെ കില്ലാർണിയിൽ 43-കാരിയായ ജാമി കാർണിയെ സ്വന്തം വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ ചൊവ്വാഴ്ച കണ്ടെത്തിയിരുന്നു. മൃതദേഹം കണ്ടെത്തിയത് അവരുടെ 13-കാരിയായ മകളാണ്. ന്യൂയോർക്ക് സ്വദേശിയായ ജാമി 5 വർഷങ്ങൾക്ക് മുമ്പാണ് തന്റെ മകളോടൊപ്പം കില്ലാർണിയിൽ താമസിക്കാനെത്തുന്നത്. ഗാഡ, ഒരു വിദേശിയായ അഭയാർത്ഥിയെയാണ് പ്രധാന സസ്പെക്റ്റായി അന്വേഷിക്കുന്നത്. ഇയാൾ രാജ്യം വിട്ടിരിക്കാമെന്ന സംശയത്തെ തുടർന്ന് യൂറോപ്പ് മുഴുവൻ അലർട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ സ്വദേശമായ മിഡിൽ ഈസ്റ്റിലേക്ക് കടന്നേക്കാമെന്ന നിഗമനത്തിൽ ഇന്റർപോളുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കേസായി ഇത് മാറിയിരിക്കുകയാണ്. 2026 ജൂലൈ 6 വൈകുന്നേരം മുതൽ ജൂലൈ 7 ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തിനിടയിൽ കില്ലാർണിയിലെ മക്രോസ് റോഡ് പ്രദേശത്ത് ഉണ്ടായിരുന്നവരും CCTV അല്ലെങ്കിൽ ഡാഷ് ക്യാം ഉൾപ്പെടെയുള്ള ക്യാമറ ദൃശ്യങ്ങൾ കൈവശമുള്ളവരും ആ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് ഗാഡ അഭ്യർത്ഥിക്കുന്നു. നോർത്തേൺ അയർലൻഡിൽ വർഗീയ വിവാദം. കൗണ്ടി ടൈറോണിൽ ഒരു ബോൺഫയറിന്റെ മുകളിൽ മോസ്കിന്റെ മാതൃക സ്ഥാപിക്കുകയും മുസ്ലിം വിരുദ്ധ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്ത സംഭവത്തെ കടുത്ത പ്രതിഷേധത്തിന് കാരണമായി. പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിദ്വേഷം പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം നടപടികൾക്ക് രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ സംഘടനകളും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. RTE വീണ്ടും സർക്കാർ ധനസഹായം തേടും. ദേശീയ ബ്രോഡ്കാസ്റ്ററായ RTEയുടെ TV ലൈസൻസ് വരുമാനം തുടർച്ചയായി കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ നിലവിലെ സർക്കാർ ധനസഹായ പദ്ധതി അവസാനിച്ചതിനു ശേഷം പുതിയ സാമ്പത്തിക സഹായം ആവശ്യമായി വരുമെന്ന് RTE അറിയിച്ചു. ഇത് സർക്കാരിലും പാർലമെന്റിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഐറിഷ് രാഷ്ട്രീയം. ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ ഫിനഗെയിൽ 1-ാം സ്ഥാനത്താണ്. ഷിൻഫെയിന്റെ ജനപിന്തുണ വീണ്ടും കുറഞ്ഞതായി സർവേയിൽ വ്യക്തമാക്കുന്നു. അടുത്ത രാഷ്ട്രീയ നീക്കങ്ങൾ വലിയ ശ്രദ്ധ നേടുകയാണ്. അന്താരാഷ്ട്ര വാർത്തകൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സാഹചര്യം ലോകം ഉറ്റുനോക്കുകയാണ്. ഇതിന്റെ പ്രത്യാഘാതമായി എണ്ണവിലയും ആഗോള സമ്പദ് വ്യവസ്ഥയും വീണ്ടും സമ്മർദ്ദത്തിലാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. വരാനിരിക്കുന്ന പ്രധാന പരിപാടികൾ. ജൂലൈ 11-12 ദിവസങ്ങളിൽ നോർത്തേൺ അയർലൻഡിൽ 12th ആഘോഷങ്ങൾ നടക്കും. ദ 12th അഥവാ 12th ഓഫ് ജൂലൈ എന്നത് നോർത്തേൺ അയർലൻഡിലെ ഒരു പ്രധാന സാംസ്കാരിക രാഷ്ട്രീയ ആഘോഷമാണ്. ഇത് പ്രധാനമായും പ്രൊട്ടസ്റ്റന്റ് യൂണിയനിസ്റ്റ് കമ്മ്യൂണിറ്റി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. 1690 ജൂലൈ 12 നടന്ന ബാറ്റിൽ ഓഫ് ദ ബോയിൻ എന്ന യുദ്ധത്തിൽ പ്രൊട്ടസ്റ്റന്റ് രാജാവായ വില്യം ഓഫ് ഓറഞ്ച് കത്തോലിക്ക രാജാവായ ജെയിംസ് രണ്ടാമനെ തോൽപ്പിച്ചതിനെ അനുസ്മരിച്ചാണ് ഈ ആഘോഷം. ഈ ദിവസം ഓറഞ്ച് ഓർഡർ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വലിയ പരേഡുകൾ നടക്കും. ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങളും പതാകകളും കാണാം. ബാൻഡ് മ്യൂസിക്, മാർച്ചുകൾ, പൊതുപരിപാടികൾ എന്നിവ നടക്കും. ചില സ്ഥലങ്ങളിൽ ഇത് വലിയ ആഘോഷമായിരിക്കുമ്പോൾ ചില കത്തോലിക്ക നാഷണലിസ്റ്റ് വിഭാഗങ്ങൾ ഇത് വിഭജനത്തിന്റെ പ്രതീകമായി കാണുന്നതിനാൽ വിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. നിരവധി പരേഡുകളും ബോൺഫയറുകളും നടക്കുന്നതിനാൽ ചില റോഡുകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓൾ അയർലൻഡ് ഹർലിംഗ് ഫൈനൽ അടുത്തയാഴ്ച നടക്കും. ലിമറിക്കും കാൽവേയും തമ്മിലുള്ള ഫൈനലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കാലാവസ്ഥ. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ചൂട് തുടരുന്നു. മതിയായ വെള്ളം കുടിക്കാനും നേരിട്ട് സൂര്യപ്രകാശത്തിൽ ദീർഘനേരം ചെലവഴിക്കാതിരിക്കാനും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇത്രയുമാണ്. ഇത്തരത്തിൽ എല്ലാ ദിവസവും പ്രധാന അയർലൻഡ് വാർത്തകളും രാഷ്ട്രീയം, ക്രൈം, അന്താരാഷ്ട്ര വാർത്തകൾ കൂടാതെ മലയാളികൾ അറിയേണ്ട പ്രധാന വിവരങ്ങളും മലയാളത്തിൽ ലഭിക്കാൻ ഈ പേജ് ഫോളോ ചെയ്യൂ. നന്ദി.